മതത്തിനോട് എനിക്ക് എതിർപ്പില്ല. മതവും ഞാൻ പ്രാക്ടീസിങ് മുസ്ലിമാണ്. നിസ്കരിക്കും, നോമ്പ് എടുക്കാൻ പറ്റുമ്പോൾ നോമ്പ് എടുക്കും, നിസ്കരിക്കും, പ്രാർത്ഥനകൾ. പക്ഷെ ചേച്ചിക്ക് ആകപ്പാടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ചാനലിൽ വന്നിരുന്ന കൊണ്ട് ഈ മുടിയെല്ലാം വലിച്ചു വേറിയിട്ടുകൊണ്ട് ഇസ്ലാമിന് നേരെ വർഗീയത പറയുക എന്നുള്ളത് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടുമല്ല. അങ്ങനെ ഇസ്ലാമിന് നേരെ വർഗീയത പറഞ്ഞാലേ ചേച്ചിക്ക് സംഖ്യയുടെ കയ്യിൽ നിന്ന് വല്ല നക്കാൻ കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയാലേ ചേച്ചിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, അല്ലേ ചേച്ചി? അതുകൊണ്ട് മാത്രം ചേച്ചി വർഗീയത പറയുന്നുള്ളൂ. ഇവര് പറയുന്ന ഹദീസുകളിലും കാഫറിനെ കൊല്ലാൻ പറഞ്ഞ ചരിത്രങ്ങളിലും ഒന്നും ആ സബ്ജക്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രോഫറ്റിന് ശേഷം, റസൂലുള്ളാഹിന് ശേഷം 354 വർഷങ്ങൾക്ക് ശേഷം വന്ന ചരിത്രമാണ് ഇവരെ കൊല്ലുന്നതും കൊലയും സ്ത്രീകള്. പിന്നെ കാഫിറിനെ കൊല്ലാൻ ആര് പറഞ്ഞു ചേച്ചിയെ? ഖുറാനിലൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ചേച്ചിക്ക്? സംഖ്യകളെ സൂചിപ്പിക്കാനാണെങ്കിലും കൂടി ഇങ്ങനെ പച്ചക്കള്ളൊന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയല്ലേ പൊന്നാര ചേച്ചിയെ. എന്താ ചേച്ചി നിങ്ങള്? കാഫിറുകളെ കൊല്ലാൻ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നിന്നെപ്പോലുള്ള കുറെ പാൽ ജന്മങ്ങൾ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇറങ്ങുമെന്ന് ഇസ്ലാമിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. സ്ത്രീകള് ഹിജാബ് ധരിക്കണം രാഷ്ട്രീയമായിട്ടൊക്കെ വിഷയം ചർച്ചയായി. അതായത് ഹിജാബിന്റെ കാര്യം, തട്ടിട്ടില്ലെങ്കിൽ മുസ്ലിം ആവൂല, അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ലോകം ചർച്ച ചെയ്ത് അത് മടുത്തൊരു സാധനം തട്ടത്തിന്റെ കാര്യം. എന്റെയൊക്കെ കുടുംബത്തില് തട്ടം തന്നെയായിട്ട് ജീവിതം തീർന്നു പോയി നമ്മുടെ. എന്റെ പൊന്നാര ചേച്ചി, നിനക്ക് തട്ടമിടാതെ അഴിഞ്ഞാടണമെങ്കിൽ നീ ധൈര്യത്തിൽ അഴിഞ്ഞടിക്കോ. അതിന് മുസ്ലിങ്ങളൊന്നും നിന്നോട് വിരോധം കാണിക്കുന്നില്ല. നീ ആ മലൻ ചാനലിൽ പോയിരുന്നു കൊണ്ട് ഇസ്ലാമിന് നേരെ വർഗീയത പറയുമ്പോൾ തട്ടമിടുകയും അത് കഴിയുമ്പോൾ നീ തട്ടമൂരി വലിച്ചെറിക്കുന്ന ആ പട്ടിഷോ ഉണ്ടല്ലോ, അതൊക്കെ നീ ധൈര്യത്തിൽ കാണിച്ചോ. അതിനൊന്നും മുസ്ലിങ്ങൾ നിന്നോട് വിരോധം കാണിക്കുന്നില്ല. അതൊക്കെ നിന്റെ ഇഷ്ടമാണ്. പക്ഷേ ഇസ്ലാമിനകത്ത് തട്ടം എന്നൊരു സബ്ജക്റ്റ് തന്നെ ഇല്ല എന്ന് വരുത്തി തീർക്കുന്നുള്ള നിന്റെ ഈ തൊലിക്കെട്ടുണ്ടല്ലോ, അത് അപാരമാണ്. സംഖ്യകളെ സൂചിപ്പിക്കാനാണെങ്കിലും കൂടി ഇങ്ങനെയൊക്കെ പച്ചക്കള്ളം വിളിച്ചു പറയാൻ അത് നിന്നെ കൊണ്ടേ കഴിയുള്ളൂ. പെറ്റ തള്ള സഹിക്കൂല ചേച്ചിയായി, പെറ്റ തള്ള സഹിക്കൂല.